സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മാർക്കോയുടെ കുറ്റസമ്മതമോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് അസീൽ മുഹമ്മദ്, വിദ്യാർത്ഥിയാണ്, ഒപ്പം യൂട്യൂബറും ഇൻഫ്ലുവൻസറുമാണ്. പ്രതീഷ് ശേഖർ, സിനിമ PRO. ശ്രീ ജോസ് തോമസ്, പ്രമുഖ സംവിധായകൻ. ശ്രീമതി ദീപ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷക എന്നിവർ ആണ്. ആദ്യം ശ്രീ ജോസ് തോമസ്, ഇതേ വിഷയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സമയത്ത് ന്യൂസ് 18 ചർച്ച ചെയ്തിരുന്നു. അത് ആവർത്തിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടാകുന്നു. കാരണം സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ തന്നെ സിനിമയിലെ വയലൻസ്, ലഹരിയുടെ അമിത ഉപയോഗമൊക്കെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെ അടക്കം എന്ന് നിരീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇത്തരം സിനിമകളിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട് എന്ന് സിനിമാ മേഖലയിൽ തന്നെയുള്ളവർ പറയുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രഖ്യാപനമാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, മാർക്കോ പോലെ വയലൻസ് ഉള്ള സിനിമകൾ ഇനി എടുക്കില്ല എന്ന്. സിനിമാ മേഖലയിൽ ഉള്ളവർ തിരുത്തേണ്ട സമയമാണോ? ശ്രീ ജോസ് തോമസ്. ചോദ്യം എന്നോടാണോ? അതെ, താങ്കളോടാണ്. ഓക്കെ. ഇപ്പൊ മാർക്കോയുടെ നിർമ്മാതാവ് ഇനി അത്തരം വയലൻസ് ഉള്ള സിനിമകൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് എടുത്തുകൂടായികയില്ല. ഇല്ല, എടുക്കാം. ഞാനിപ്പോ പറയുന്നത് ഒരു മാർക്കോയെ മാത്രം എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഇന്ത്യയിൽ തന്നെ കിൽ എന്ന് പറഞ്ഞ സിനിമ വന്നു, ആനിമൽ വന്നു, KGF വന്നു. ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയ സിനിമകളാണ്, ഒരുപാട് പ്രേക്ഷകർ കണ്ടതുമാണ്. ശരി, താങ്കൾ ഈ മാർക്കോയെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്ത് എന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. എൻ്റെ ഇൻട്രോയിലടക്കം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ആവേശവും പണ്ണിയും RDXും പോലെയുള്ള സിനിമകളെ കുറിച്ച് ഞങ്ങൾ പരാമർശിച്ചിരുന്നു. മാർക്കോ എന്നത് വയലൻസിന് അത്രമേൽ പ്രാധാന്യം നൽകുകയും അതിലെ നായക കഥാപാത്രം വയലൻസിനെ അത്രമേൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മലയാള സിനിമയായതുകൊണ്ടും ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയായതുകൊണ്ടുമാണ് അതുകൂടി ഉദാഹരിച്ചു പോയത്. ഓക്കെ അഭിലാഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന കില്ലും ആനിമലും ഒക്കെ കണ്ട മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ? കേരളത്തിലെ കുട്ടികൾ മാത്രമാണോ, അല്ലെ മനുഷ്യർ മാത്രമാണോ സിനിമ കണ്ടങ്ങ് മോശപ്പെട്ടവരായി പോകുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ട വളരെ പ്രധാനമായ അതിൽ ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ട് പറയുന്നത്, താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്. ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ചാണ് സാധാരണ രാജ്യത്തെ അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൗതുകകരമാകുന്ന ഒന്ന്, കാലങ്ങളായി ഈ റെക്കോർഡ്സിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം എന്നത് കേരളത്തിൽ നടക്കുന്ന ക്രൈമുകൾ അതിൻ്റെ 99% റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാറുമില്ല. അതുകൊണ്ട് താങ്കളുടെ സംശയത്തെ എനിക്ക് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ മറുപടിയായി നൽകാൻ സാധിക്കില്ല. പക്ഷേ താങ്കളും ശ്രദ്ധിച്ചു കാണും, ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്ര നടത്തിയ 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഷണങ്ങളാക്കി മുറിച്ച് സൂട്ട് കേസിൽ കണ്ടെത്തി എന്ന വാർത്തയടക്കം പുറത്തു വന്നത്. അപ്പോൾ സിനിമകൾ എല്ലാ ഭാഷയിലുമുള്ളവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. അഭിലാഷേ, എത്ര കാലമായി സിനിമകൾ തുടങ്ങിയിട്ട്? ഇപ്പൊ മലയാള സിനിമകൾ മാത്രം എടുത്താൽ നമ്മുടെ ജോസ് പ്രകാശും ബാലകൃഷ്ണ നായരും ഒക്കെ റേപ്പ് ചെയ്യുന്ന എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്, സംഘർഷം നടക്കുന്ന എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്, കൊലപാതകം നടക്കുന്ന എത്രയോ സിനിമകൾ കാലങ്ങളായി വന്നിട്ടുണ്ട്. പക്ഷേ ആ റേപ്പിനെയും കൊലപാതകത്തെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ള എത്ര സിനിമകൾ പണ്ടുണ്ടായിരുന്നു? അല്ല, എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. ഇത് ഒരു ഫോക്കസ് മാറ്റാനുള്ള ഒരു ശ്രമം, ഒരു ലഹരി മാഫിയയുടെ ഒരു ശ്രമമാണ് അത് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ലഹരി വ്യാപനമാണ് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടാനുള്ള കാരണം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ചു പറയുന്നു. ഈ ലഹരിയുടെ ആ വ്യാപനം അത് തടയേണ്ടത് ആരാണ്? ഇവിടുത്തെ എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ. ഇത് ലഹരി വ്യാപനം കൂടി അതിൽ നിന്ന് ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അതിനെ മറച്ചു പിടിക്കാനുള്ള ഒരു മറയായിട്ടാണ് ഇപ്പോൾ സിനിമയുടെ സിനിമയാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് കാരണം എന്ന് പറയുന്നതെന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജോസ് തോമസ്, എനിക്ക് ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടോ എന്നത് അറിയില്ല. പക്ഷേ ഞങ്ങൾ ടെലിവിഷൻ ചാനലുകൾ തുടർച്ചയായി ഈ കുട്ടികൾക്കിടയിൽ മാത്രമല്ല യുവാക്കൾക്കിടയിലെ അടക്കം ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ അടിസ്ഥാനപ്പെടുത്തി വാർത്ത നൽകുന്നുണ്ട്. ഞങ്ങളും ആ ക്യാമ്പയിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഇതേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അസീൽ അത്തരത്തിലൊരു ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തോന്നുന്നു.
ഇതെല്ലാം ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അതിലൊരു ഭാഗം മാത്രമാണ് സിനിമയെന്ന് ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയട്ടെ ശ്രീ ജോസ് തോമസ്. യെസ്, ഞാനത് സമ്മതിക്കുന്നു. നിങ്ങൾ പറയുന്ന അതായത് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സിനിമയുടെ കാര്യം, MP രാജേഷ് പറഞ്ഞല്ലോ സിനിമയുടെ കാര്യം. പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച് സിനിമയുടെ മേൽ ഈ കുറ്റങ്ങൾ ആരോപിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഞാൻ കാണുന്ന പറഞ്ഞ് തെറ്റല്ല. ഞാനത് ശക്തിയുക്തം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. സിനിമ കണ്ട് കുറച്ചു പേരെയെങ്കിലും അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടാവാം. എന്നാൽ പൂർണ്ണമായും ഈ കുറ്റകൃത്യങ്ങൾ സിനിമ കണ്ടിട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങളിലും മറ്റ് സാമൂഹ്യ വൃത്തങ്ങളിലും ഒക്കെ കണ്ടുവരുന്നു. അത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സിനിമയിൽ വയലൻസ് കൂടുന്നുണ്ട്. കാരണം അത് ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്, അല്ലെ കുട്ടികളുടെ ആവേശമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നത് വീഡിയോ ഗെയിമുകൾ അവസാനിപ്പിക്കണമെന്നേ. അല്ല, അത്തരം വീഡിയോ ഗെയിമുകൾ ഇപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ, അങ്ങനെ കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്ന ചില വീഡിയോ ഗെയിമുകൾ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ആ വീഡിയോ ഗെയിമിന് അഡിക്റ്റഡ് ആവുകയും നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അത്തരം ഗെയിമുകൾ നിരോധിച്ചു. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ വെബ് സീരീസ് വരുന്നു. സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു കൊറിയൻ വെബ് സീരീസ്. എത്രയോ വയലൻസ്, എന്ത് വയലൻസ് ആയിരുന്നു. അതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ആസ്വദിച്ചല്ലേ. ഇതൊക്കെ സ്വാധീനിക്കില്ലേ? ഞാൻ പറയുന്ന ഈ പാവപ്പെട്ട മലയാള സിനിമയെ മാത്രം അതിനെ കുറ്റം പറയുക എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പം മാർക്കോ കണ്ടിട്ട് എത്ര പേര് കൊലപാതകം ചെയ്തു, എത്ര പേര് ലഹരി ഉപയോഗിക്കുന്നു, അല്ലെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നു എന്നൊന്നും എന്ന് കണക്കുകളുണ്ടോ? ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലുമില്ല. സിനിമ സ്വാധീനിക്കില്ല എന്ന് പറയുന്നില്ല, സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ വളർന്നത് പോലും സിനിമയിലൂടെയും നാടകത്തിലൂടെയും സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെയൊക്കെയാണ്. ഞാൻ സ്വാധീനിക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ സിനിമ മാത്രമാണോ ഉത്തരവാദി, സിനിമ മാത്രമാണോ കുറ്റം ചെയ്യുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി പറയാനുള്ളത്. യെസ്, തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് അത് സിനിമ മാത്രമോ എന്നതിന് തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് മറുപടി എന്നതിൽ പൊതുസമൂഹത്തിന് ഒരു തർക്കവും ഉണ്ടാകില്ല. ലഹരി അടക്കം കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ലഹരി എവിടെ നിന്ന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് പരിശോധിക്കേണ്ടത്. അതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഡി ഹണ്ട് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയും വരുന്നത്. ശ്രീ പ്രതീഷ്, ആവർത്തിച്ച് പറയട്ടെ, സിനിമ മാത്രമാണ് വില്ലൻ എന്ന നിലയിലല്ല ഈ ചർച്ച. സിനിമയും ഒരു ഭാഗമാകുന്നുണ്ടെങ്കിൽ അവിടെയും തിരുത്തലുകൾ വേണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം. അതെങ്ങനെ തിരുത്തണമെന്നത് ഈ മേഖലയിലുള്ളവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതും. അവിടെ ഒരു തീരുമാനമോ കൽപ്പിക്കലോ വിധിയെഴുത്തോ ഒന്നുമല്ല ഞങ്ങൾ നടത്തുന്നത്. പക്ഷേ താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പല സിനിമകൾ, അതിൽ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ആവേശവും RDXും അതല്ല എങ്കിൽ പണി പോലെയുള്ള സിനിമകൾ, മാർക്കോ പോലെയുള്ള സിനിമകൾ ഉദ്ധരിച്ചത് ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകൾ എന്നതുകൊണ്ട് മാത്രമാണ്. നേരത്തെയും വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമകളിൽ നിന്ന് സ്വഭാവം മാറുകയാണ്. അവിടെയൊക്കെ പലപ്പോഴും വില്ലന്മാരാണ് വയലൻസ് കാട്ടിയിരുന്നത്. അതിനെ നായകർ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നായകർ ആണ് ഇത്തരം വയലൻസ് കാണിക്കുന്നത്. അതിനെ അനുകരിക്കാനാണല്ലോ ഇപ്പോൾ ശ്രീ ജോസ് തോമസ് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഈ CPIMന്റെ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന ഒരു നാടകം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും തെരുവ് നാടകങ്ങൾ അടക്കം രാഷ്ട്രീയ പാർട്ടികളടക്കം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലകൾക്ക് സ്വാധീനിക്കാനൊക്കെ പറ്റുമെന്നത് വസ്തുതയാണ്. അതിന് ജോസ് തോമസ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡേറ്റയോ കണക്കോ ഒന്നും എനിക്ക് നൽകാനാവില്ല. അപ്പോൾ നമ്മുടെ നായകരുടെ സ്വഭാവം ഈ നിലയിൽ മാറുമ്പോൾ, നായികമാരുടെ സ്വഭാവം മാറുമ്പോൾ, വില്ലന്മാരും വില്ലത്തികളും ഒക്കെ ഇന്ന് പ്രധാന കഥാപാത്രങ്ങളായി മാറുമ്പോൾ ഈ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട് പൊതുസമൂഹത്തെ എന്ന് നിരീക്ഷിച്ചാൽ താങ്കൾക്ക് അതിനെ തള്ളിക്കളയാനാകുമോ?